2021 മെയ്യിൽ ചരിത്രം തിരുത്തിയാണ് കേരളം ഇടതുമുന്നണിക്ക് തുടർ ഭരണം നൽകിയത്. അന്നത്തെ ആരോഗ്യവകുപ്പിനും ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജയ്ക്കും ഈ തുടർ ഭരണം കിട്ടുന്നതിൽ നിർണായകമായ ഒരു പങ്കുണ്ടായിരുന്നു. സർക്കാരിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു അന്ന് ആരോഗ്യവകുപ്പിൻ്റേത്. എന്നാൽ ഇന്ന് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുമ്പോൾ നിലവിലെ ആരോഗ്യവകുപ്പിൻ്റെ അവസ്ഥ അങ്ങനെയാണോ? താരതമ്യത്തിൻ്റെ ഏതളവുകോൽ വെച്ചാലും കേരള ആരോഗ്യ മേഖല മറ്റേതു നാടിനേക്കാളും മെച്ചപ്പെട്ടതാണ്. പക്ഷേ ആരോഗ്യമേഖലയിൽ നിന്നും ഇപ്പോൾ വരുന്ന വാർത്തകൾ അങ്ങനെയുള്ളതാണോ? ആരോഗ്യമേഖലയുടെ ഈ മെച്ചപ്പെട്ട പ്രതിച്ഛായ നിലനിർത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? 5 വർഷം മുമ്പ് നടന്ന ശസ്ത്രക്രിയക്കിടയിൽ വയറ്റിൽ കത്രിക മറന്നുവെച്ച സംഭവമാണ് ഏറ്റവും പുതിയത്. കാട്ടാക്കട സ്വദേശിനി സുമയ്യയുടെ നെഞ്ചിൽ ഓപ്പറേഷനിടയിൽ ഗൈഡ് വയർ അകപ്പെട്ടത് 2023 മാർച്ചിലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 4 വയസ്സുകാരൻ്റെ വിരലിനു പകരം ഓപ്പറേഷൻ നടത്തിയത് നാവിലാണ്. ഇടത്തെ കാലിനു പകരം വലത്തെ കാലിൽ ശസ്ത്രക്രിയ നടത്തി. ഇടതു കണ്ണിനു പകരം വലതു കണ്ണിൽ കുത്തിവെപ്പ് നടത്തി. മൂക്കിനു പകരം വയറിൽ ഓപ്പറേഷൻ. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത് ഒരു 9 വയസ്സുകാരിക്കാണ്. പട്ടിക ഇനിയും എത്രയെങ്കിലും നീളും. വീഴ്ച വന്നാൽ അന്വേഷണം പ്രഖ്യാപിക്കും, പക്ഷേ ഫലപ്രദമായ തുടർ നടപടി ഉണ്ടാകുന്നില്ല. അന്വേഷണ പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് അത് പോകുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ശ്രദ്ധിക്കണം എന്ന വിചിത്രമായ സർക്കുലർ ഇറക്കിയാണ് ഈ വീഴ്ചയൊക്കെ പരിഹരിക്കാൻ വകുപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് തുടർ ഭരണത്തിന് തുണ നിന്ന ആരോഗ്യവകുപ്പ് ഇന്ന് തുടർ ഭരണത്തിന് പാരയാകുമോ?